ഏയ്, എന്തു പറ്റി? ഒന്നുമില്ലടാ. ഇത്രയും സ്നേഹവും കരുതലുള്ള ഒരച്ഛൻ നിനക്കുണ്ടല്ലോ. എൻ്റെ അച്ഛനെ പറ്റി ഞാൻ കേട്ടിട്ട് കൂടിയില്ല. ആ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടുമില്ല. നീ ലക്കിയാടാ, നിന്നെ മകനായിട്ട് കിട്ടിയ നിന്റെ അച്ഛനും. ശ്രേയ, ഒരച്ഛൻ്റേതുൾപ്പെടെ സ്നേഹവും സപ്പോർട്ടും തരുന്ന മമ്മിയുണ്ടല്ലോ നിനക്ക്. പക്ഷേ എൻ്റെ അമ്മ എന്ന് എന്നെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഞാനെന്നും അമ്മയ്ക്ക് അച്ഛൻ വളർത്തിയ മകനാ. എടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞ എനിക്കൊരച്ഛനെയും കിട്ടും, നിനക്കൊരു മമ്മയും കിട്ടും. അല്ല ശ്രേയ, നീ ബാംഗ്ലൂരിൽ പോയിട്ട് അവിടുത്തെ ലൈഫ് എൻജോയ് ചെയ്യുമ്പോഴേ ഈ കുട്ടനാട്ടുകാരനെ തേക്കോ? നോക്കട്ടെ, നിന്നെക്കാളും ചുള്ളന്മാരും ഫ്രീക്കുമാരുള്ള നാടല്ലേ. നീ വലിയ ഓഫീസറാവുമ്പോ എന്നെ തേക്കാതിരുന്നാ മതി. ആ, ശ്രമിക്കാം. ഒരു തേപ്പ് കിട്ടുമ്പോഴാ അയാൾ നമ്മുടെ മനസ്സിൽ എത്ര ആഴത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന. അപ്പോ ഇതിനു മുമ്പ് തേപ്പ് കിട്ടിയിട്ടുണ്ടല്ലേ? ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോ അച്ഛൻ നിനക്ക് മറ്റൊരു കല്യാണാലോചന കൊണ്ടുവന്ന നീ എന്ത് ചെയ്യും? നിന്റെ സ്വഭാവം വെച്ച് അച്ഛന്റെ വാക്ക് അതേപടി അനുസരിക്കുന്നവനാ. അപ്പൊ ശരിക്കും തേപ്പ് കിട്ടാൻ പോകുന്നത് എനിക്കല്ലേ? അതെ, അങ്ങനെ വന്നാ നീ എന്നെ വിട്ടിട്ട് പോവോ? ഇത് എൻ്റെ അച്ഛന് കൊടുത്തതാ. അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട മകനായിരുന്നു എൻ്റെ അച്ഛൻ. ഇപ്പൊ അച്ഛൻ ഇതെനിക്ക് തന്നിരിക്കുക.